ഗുഡ് മോർണിംഗ് മലയാളി. താനെ പെട്ടിട്ട് വെക്കി. ഗുഡ് മോർണിംഗ്. ഞാൻ എടുത്തു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സുധാകരൻ ഇന്നും വന്നില്ലേ? ഇല്ല മുതലാളി. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? മുതലാളി, ഇവിടെ ബിസിനസ് ആകെ കുളമായിരിക്ക. ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ട ബസ് ബോംബെക്കും, ബോംബെക്ക് വേണ്ട ബസ് കന്യാകുമാരിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താടോ? ഇത് കാപ്പി ഓടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് ചാർട്ട് ചെയ്യാൻ ആളില്ല. അത് തന്നെ ഒടുക്കം ഈ ബസ്സെല്ലാം കൂടെ പാട്ടത്തിന് കൊടുക്കേണ്ടി വരും. മുതലാളി എങ്ങനെങ്കിലും സുധാകരൻ ഒന്ന് വളച്ചു കെട്ടുന്നതായിരിക്കും നല്ലത്. ചായ എടുത്ത് കുടിക്കും സുധാകര. താൻ പിറകെ നടന്ന ആ പെണ്ണ് ലോട്ടറി അടിച്ച് ആ കോന്തൻ മന്ദനെയും കെട്ടി നമ്മുടെ ബസ്സില് ബാംഗ്ലൂർക്ക് മധുവിധിന് പോയത് നീ അറിഞ്ഞോ സുധാകര? ആ 2 ടിക്കറ്റിന് പകരം അവനെ മണി അടിച്ച് വീഴ്ത്തി അവനെ കൊണ്ട് നീ നമ്മുടെ ഒരു സ്പെഷ്യൽ ബസ് വാടകയ്ക്ക് എടുപ്പിക്കണമായിരുന്നു. അതായിരുന്നു ബുദ്ധി. നിന്നെ ഞാനൊരു ശമ്പളക്കാരനായിട്ടല്ല സുധാകര കാണണേ. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നിന്റെ സീറ്റില് ഇതിനകം പുതിയൊരാൾ വന്നെ. ഞാൻ തെറ്റിയതെന്ന് എനിക്കറിയാം. വേണമെന്ന് വെച്ചിട്ടല്ല മുതലാളി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അത്ര തന്നെ. നാളെ മുതലേ നേരവണ്ണ ഓഫീസിൽ വന്നോളാം. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണ സുധാകര. നിന്നേക്കാൾ പണമുള്ള ഒരുത്തനെ കിട്ടിയപ്പോ നിന്നെ തടഞ്ഞ് അവള് മധുവിധുവിന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്തു. അവരെക്കാൾ പണമുള്ള ഒരുത്തിയെ കെട്ടി നീ ബോംബെക്ക് ടിക്കറ്റ് എടുക്കടാ. നിനക്കും ഒരു മധുവിധുണ്ടെന്ന് അവൾ അറിയട്ടെ. നിനക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യ വേണം, അത്രയല്ലേ വേണ്ടൂ. ആ കാര്യം ഞാൻ ഏറ്റു. ലോകത്തിൽ ഇന്ന് വരെ ഒരു മുതലാളിയും ഒരു തൊഴിലാളിക്ക് വേണ്ടി ബ്രോക്കർ പണി ചെയ്തിട്ടില്ല. നീ റെഡിയെന്ന് പറ. പെണ്ണിനെ, ഇങ്ങനെ പെറുക്കിയെടുക്കാവുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് താലി കെട്ടാൻ നിന്റെ മുന്നിൽ നിർത്തി തരാം. ധാരാളം പണം, ആവശ്യത്തിലേറെ സൗന്ദര്യം, നിന്റെ കണ്ണുപോലെയുള്ള ചെറിയ ചിരി, നിനക്കുള്ളതിനേക്കാൾ ദൈവവിശ്വാസം. കെട്ടാൻ പോകുന്ന പുരുഷന് നല്ല സ്വഭാവ ഗുണം വേണമെന്നല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്ത പെൺകുട്ടി. ആ സ്വഭാവ ഗുണം നിനക്കുണ്ട്. നീ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. എന്താടാ സുധാകരൻ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എനിക്ക് അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മേ ദേവി രക്ഷിക്കണേ. ടീച്ചറെ, അതാണ് എല്ലാവരുടെയും സ്ഥിതി. രക്ഷിക്കണമെങ്കിൽ ഒടുക്കം ദേവി തന്നെ വരണം. മഹാലക്ഷ്മി പോലൊരു മരുമകള്, അവൾ എനിക്കൊരു ചുക്കും ചെയ്യേണ്ട പണിക്കരെ. എന്നാലും ഒരു ഐശ്വര്യം അത് അവൾക്കുണ്ടാവണം. 27 വർഷം സ്കൂളിൽ ചൂരിൽ കൈകൊണ്ട് തൊടാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു ടീച്ചറല്ലേ ഞാൻ. സുധാകരൻ കൊണ്ടുവരുന്ന ഏത് പെണ്ണും എനിക്ക് അവരിലൊരാളെ പോലെയാ. കേട്ടോ പത്മശ്രീ വീരഭദ്രൻ മാഷേ, ധാരാളം സ്വത്തും ആവശ്യത്തിലേറെ പണവും ഉള്ളവരാണ് ഭവാനിയമ്മ. ഭണ്ഡാരപ്പെട്ടി നിറഞ്ഞു കവിഞ്ഞാലും ദേവിക്ക് മനമാറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ സ്വഭാവം. പണത്തിന്റെ അഹങ്കാരം അശേഷം അവർക്കില്ല. പെൺകുട്ടിയുടെ അച്ഛൻ എവിടെയാ? അതൊരു പ്രശ്ന. അച്ഛൻ സ്ഥലത്തില്ല. സ്ഥലത്തില്ല എന്ന് പറഞ്ഞാല് 11 കൊല്ലം മുമ്പ് അവരച്ഛനും അമ്മയും മോളും കൂടി കാശിയിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അവിടെ വെച്ചൊരു നട്ടുച്ചയ്ക്ക് ഓം നമശിവായ എന്ന് പറഞ്ഞ് അയാള് ഗംഗാനദിലേക്ക് ചാടിക്കളഞ്ഞു. പിന്നെ ഇതുവരെ തിരിച്ചു പൊന്തിയിട്ടില്ല. ഇത് സത്യ. അതിനുശേഷം അവര് കുടുംബം ഭാഗം വെച്ചു. ഒറ്റ തടിയായി നിന്ന് മകളെ വളർത്തി. ആ ഒരു തന്റെ ഇടം അവൾക്കുണ്ട്. ഒരു പെണ്ണിന് വേണ്ടതും അത് തന്നെയല്ലേ? സ്വഭാവം എങ്ങനെ? അത്രയും നല്ല സ്വഭാവ ഗുണമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവും. എന്നാലും സത്യം അതാണ് ടീച്ചറെ, അത്രയും നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, അങ്ങ് നടത്താം. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, സുധാകരന്റെ അവസ്ഥയും മനസ്സിലായി. എന്നാലും ഒരു കാര്യം ചോദിക്കുക, അവര് പണിക്കരുടെ ബന്ധുവും കൂടി ആയ സ്ഥിതിക്ക് എനിക്ക് അവളുടെ കൈയൊന്ന് കാണാൻ സാധിക്കുമോ? എന്തിനാ ഇനി അതും കലക്കാനാ? കലക്കാൻ ആ കൈ കണ്ടിട്ട് വേണ്ടേ? കാണൂല, അവള് കാണിക്കില്ല. സ്വന്തം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ അവൾ ആ കൈ കാണിക്കില്ല. അതാണ് സത്യം. എന്താ കാരണം? ഹൃദയകുമാരി എന്നല്ലേ പേര്. ശരീരം മുഴുവൻ ഹൃദയം പോലെയാ. ആ ഹൃദയം അവൾ ഒരാണിന്റെ മുമ്പിൽ തുറക്കൂ. എന്റെ ദേവി, മോനെ നീ ഭാഗ്യവാനാടാ. നല്ലൊരു വോളിബോൾ